Welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് icse ക്ലാസ് 10ന്റെ സ്ട്രിംഗ് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ മെത്തേഡ് ടു അക്സെപ്റ്റ് നെയിം ആസ് പാരാമീറ്റർ ആൻഡ് പ്രിന്റ് ഇനിഷ്യൽ ഫസ്റ്റ് ആൻഡ് ദെൻ ടൈറ്റിൽ. അതായത് നമ്മൾ മുമ്പ് ചെയ്തതൊക്കെ ഒരു പ്രോഗ്രാം അങ്ങ് എഴുതി പോവായിരുന്നു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നെയിം ഒരു പാരാമീറ്റർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനകത്തുനിന്ന് ഇനിഷ്യൽസ് ആദ്യം പ്രിന്റ് ചെയ്തിട്ട് പിന്നെ ടൈറ്റിൽ പ്രിന്റ് ചെയ്യണം. അതെങ്ങനെയാണ് പ്രിന്റ് ചെയ്യേണ്ട ഫോർമാറ്റും കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇതാ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ അജയ് പ്രതാപ് സിംഗ് രാത്തോഡ് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ആദ്യ ഇനിഷ്യൽസ്, പേരിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് APS രാത്തോഡ് എന്ന് പ്രിന്റ് ആവണം. പിടികിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. മോഡലിനകത്ത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷനകത്ത് വേണം ചെയ്യാൻ. സാധാരണ മെയിൻ ഫംഗ്ഷനിലല്ല എല്ലാം എഴുതുന്നത്. ഇത് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഈ പറയുന്ന രീതിയിൽ ഇനിഷ്യൽ എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് ആ ഫംഗ്ഷനിൽ വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രിംഗ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇനിഷ്യൽസ് എന്ന് കൊടുക്കാം, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഇത് വർക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെറുതെ ഒരു സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യാം. സ്ട്രിംഗ് എസ് ഈക്വൽ ടു എന്തെങ്കിലും ഒരു പേര്. ഇപ്പം നമ്മുടെ അജയ് സിംഗ് രാത്തോഡ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ സ്ട്രിങ്ങിനകത്ത് എന്റെ ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൈറ്റ് എ പ്രോഗ്രാം എന്നല്ല, റൈറ്റ് എ മെത്തേഡ് ടു അക്സെപ്റ്റ് നെയിം ആസ് പാരാമീറ്റർ എന്നാണ്. അതായത് നെയിം പാരാമീറ്റർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എഴുതണം. അപ്പൊ നമ്മളൊരു മെത്തേഡ് അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എന്താണ് ഇനിഷ്യൽ പ്രിന്റ് ചെയ്യുന്നതല്ലേ നമ്മുടെ മെത്തേഡിന്റെ പണി. അപ്പോൾ പ്രിന്റ് ഇനിഷ്യൽസ് എന്ന് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നെയിം പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യണം എന്നാണ് അല്ലെ. നെയിം എന്റെ ഏതിനകത്തുണ്ട്? എസിനകത്തുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഡേറ്റ ടൈപ്പ് കൊടുക്കണ്ട. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ആ വാല്യൂ മാത്രം പാസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എറർ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അവിടെ മൗസ് ഓവർ ചെയ്യുമ്പോൾ ക്രിയേറ്റ് മെത്തേഡ് പ്രിന്റ് ഇനിഷ്യൽസ് ഓഫ് സ്ട്രിംഗ് എന്ന് കാണിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് എഴുതി കൊടുക്കേണ്ടി തന്നെ വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ മെത്തേഡ് ക്രിയേറ്റ് ആയി. എന്നിട്ട് നമ്മുടെ പാരാമീറ്റർ ഇവിടെ വന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് വേറൊരു വേരിയബിളിനകത്തോട്ട് മാറ്റാം. അപ്പൊ സ്ട്രിംഗ് നെയിം എന്ന് തന്നെ കൊടുക്കാം. അങ്ങനെ മാറ്റിയില്ല എസ് തന്നെ എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേലും ആവാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഈ എസിനെ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ നെയിം, അതായത് അജയ് സിംഗ് രാത്തോഡ് എന്നുള്ളത് നമ്മുടെ നെയിമിനകത്തുണ്ട് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇനിഷ്യൽസ് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഈ പ്രിന്റ് ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഫുള്ള് ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് പ്രിന്റ് ആയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പേരെപ്പോഴും ഒരു ബ്ലോക്ക് ലെറ്റേഴ്സ് വേണമല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുത്താലും അത് ക്യാപിറ്റൽ ലെറ്റർ പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നെയിം ഈക്വൽ ടു നെയിം ഡോട്ട് ടു അപ്പർ കേസ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. അതിന് ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്താവും? നമ്മുടെ പേര് അപ്പർ കേസിലാവും. നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന ഈ പേര് അപ്പർ കേസിലോട്ട് കൺവേർട്ട് ആയി. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. അതായത് എന്താ നമ്മളിത് എങ്ങനെയാണ് ഇത് ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത്? ഐട്രേറ്റ് ചെയ്തിട്ട് ഓരോ ഇൻഡെക്സിൽ കിടക്കുന്നതും എടുക്കും അല്ലെ. എന്നിട്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്പേസ് കാണത്തില്ലേ, സ്പേസ് കാണുന്നതിന് ശേഷമുള്ള ആദ്യത്തെ ലെറ്റർ മാത്രം എടുത്താൽ മതി നമുക്ക്. ശരിയല്ലേ? ഇപ്പോ അജയ്, ഇവിടെ എന്താണ് നമ്മുടെ എക്സാമ്പിൾ കിട്ടിയത്? അജയ് പ്രതാപ് സിംഗ് രാത്തോഡ് എന്നാണ്. അപ്പൊ ഇതെങ്ങനെയാണ് വരിക? ആദ്യത്തെ സ്പേസ് കഴിഞ്ഞുള്ള പി എടുക്കും അല്ലെ. പിന്നെ അടുത്ത സ്പേസ് കഴിഞ്ഞുള്ള എസ് എടുക്കും. അപ്പൊ പിയും എസും എടുത്തു. എ നമ്മുടെ എടുക്കത്തില്ല. കാരണം എന്താ? അത് സ്പേസിന് ശേഷമല്ല കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ എക്ക് ശേഷം, അതായത് ആദ്യത്തത് എടുക്കാൻ വേണ്ടിയിട്ട് എക്ക് മുമ്പേ ഒരു സ്പേസിനെ ജസ്റ്റ് അപ്പെൻഡ് ചെയ്ത് കൊടുക്കുക. പിടികിട്ടിയല്ലോ? കാരണം നമ്മൾ പ്രോഗ്രാമിനകത്ത് കൊടുക്കുന്നത് സ്പേസിന് ശേഷം കാണുന്ന ആദ്യത്തെ സ്ട്രിങ്ങിനെ എടുക്കാനാണ്. പിടികിട്ടിയല്ലോ? അപ്പൊ എന്താണ് ഒരു കാര്യം കൂടെ ചെയ്യണം. ഇപ്പൊ നമ്മുടെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്തത് നെയിമിൽ തന്നെ ഉണ്ട്. ആ നെയിമിനകത്ത് തന്നെ നമുക്ക് കൊടുക്കാം നെയിം ഈക്വൽ ടു ഒരു എംപ്റ്റി സ്പേസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ കൂടെ നമ്മുടെ നെയിമിനെ ട്രിം ചെയ്യുകയും ചെയ്യാം. ട്രിം എന്തിനാ ഫംഗ്ഷൻ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്ട്രിങ്ങിൽ എക്സ്ട്രാ ആയിട്ട് സാധാ സ്പേസ് അല്ലാതെ വേറെ എന്തെങ്കിലും വൈറ്റ് സ്പേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ട്രിം ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ. അപ്പൊ ഇപ്പൊ ഇത് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ വൈറ്റ് സ്പേസ് കളയുകയും ചെയ്യും. അത് കൂടാതെ നമ്മുടെ ഈ അജയ് പ്രതാപ് സിംഗ് രാത്തോഡിന് മുന്നേ എക്ക് മുന്നേ ഒരു ചെറിയ സ്പേസ് ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇങ്ങനെ വന്നല്ലോ. നമുക്കിപ്പോ ഇതൊന്ന് പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. ഔട്ട് നെയിം എന്ന് നോക്കാം. ഇതിപ്പോ എങ്ങനെ വരുമെന്ന് കാണാമല്ലോ. അപ്പൊ നമ്മുടെ ഇനിഷ്യൽസ് എന്നല്ലേ നമ്മുടെ ജാവ ഫയലിന്റെ പേര്. സോറി, ഇവിടെ അപ്പോ
റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്പേസിന് ശേഷമാണ് നമ്മുടെ അജയ് പ്രിന്റ് ആയിരിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സ്പേസ് അപ്പൻഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നിങ്ങൾ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, അപ്പൊ നമ്മുടെ അജയ് ഇങ്ങ് കയറി വരും. ഈ സ്പേസ് കാണത്തില്ല, ഇത് ഇങ്ങോട്ട് കയറി കിടക്കും. കാണിച്ചു തരാം. അപ്പൊ നമുക്കിത് ഒന്നുകൂടെ റൺ ചെയ്യാം. ഇതാക്കണ്ടോ, അപ്പൊ നമുക്ക് സ്പേസിന് ശേഷമുള്ള ഈ ആദ്യത്തെ ലെറ്ററും വേണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. അപ്പൊ ജസ്റ്റ് Ctrl+Z കൊടുത്താൽ മതി. കിട്ടിയല്ലോ. അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രിന്റ് ചെയ്ത് കാണിച്ചത്. അപ്പൊ ഇപ്പൊ നമ്മുടെ നെയിം കറക്റ്റ് ഫോർമാറ്റിലായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഐട്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ for int I = 0 I less than, ഇവിടാണ് നമ്മൾ കണ്ടീഷൻ. എവിടെ വരെ എടുക്കണം? നമ്മൾ സാധാരണ സ്ട്രിങ് മൊത്തം, ഇപ്പൊ നമുക്കിത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ I less than ഇതിന്റെ ലെങ്ത് എന്ന് കൊടുക്കാം. പക്ഷെ ഈ എക്സാമ്പിൾ ശ്രദ്ധിച്ചോ, നമുക്ക് ഈ അജയ് പ്രതാപ് സിംഗിന്റെ APS മാത്രം മതി, രാഥോഡിന്റെ 6 വേണ്ട. ശരിയല്ലേ? ഈ 3 എണ്ണം മതി. അപ്പൊ ഇവിടെ വരെ വെച്ച് ഇനിഷ്യൽ എടുക്കുന്ന പരിപാടി നിർത്തണം ഈ സിംഗ് തീരുമ്പോ. ശരിയല്ലേ? അപ്പൊ അവിടെ വരെ നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്താൽ മതി എന്ന് നമ്മൾ പറയണം. എന്നിട്ട് ബാലൻസിനെ നമ്മൾ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആ ഇൻഡെക്സ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നമ്മുടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഒരു ഇൻഡിജർ. അതിനിപ്പോ ലാസ്റ്റ് എന്ന് കൊടുക്കുക. ഇൻഡ് ലാസ്റ്റ് = നമ്മുടെ നെയിമിനകത്തല്ലേ വാല്യൂ ഉള്ളത്, നെയിം ഡോട്ട് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് നമ്മുടെ സിംഗിൾ സ്പേസ്, അതായത് സ്പേസ്, അതായത് അവസാനം നമ്മുടെ സ്പേസ് എവിടെയാണോ വരുന്നത് അതിന്റെ ഇൻഡെക്സിനെ എടുത്ത് ഈ ലാസ്റ്റിലോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ അജയ് സിംഗ് റാത്തോഡ് എന്നാണ് കൊടുത്തത്. ഇവിടെ ഇപ്പോ അജയ് പ്രതാപ് സിംഗ് റാത്തോഡ് എന്നാണ് എന്റെ ഇൻപുട്ട് എന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ ഇതെന്ത് കാണിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സ്പേസ് ഏതാണോ സ്പേസ് കിടക്കുന്ന ലാസ്റ്റ് ഇൻഡെക്സ് അതിനെ സേവ് ചെയ്യും. അപ്പൊ ഇവിടെ എവിടെയാണ് സ്പേസ്? ആദ്യം ഈ സ്പേസ് ഉണ്ട്, അപ്പൊ ഇതല്ല. പിന്നെ സ്പേസ് ഉണ്ട്, ഇതല്ല. മൂന്നാമത് ഈ സ്പേസ് കിടക്കുന്ന ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. അപ്പൊ ആ ഇൻഡെക്സിനെ, ആ സ്പേസ് ഏത് ഇൻഡെക്സിലാണോ സേവ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ സ്ട്രിങ്ങിനെ സേവ് ചെയ്യുമ്പോഴും എംപ്റ്റി സ്പേസ് ഉണ്ടെങ്കിൽ ഏത് കറസ്പോണ്ടിങ് ഇൻഡെക്സിന് റെഡി ആ ഇതായിട്ടാണോ കിടക്കുന്നത് അതിന്റെ അത് സ്റ്റോർ ചെയ്യും. ശരിയല്ലേ? അതായത് ഇത് 0th ഇൻഡെക്സ്, ഇത് 1st ഇൻഡെക്സ്, ഇത് 2nd ഇൻഡെക്സ്, ഇത് 3rd ഇൻഡെക്സ്, ഈ എംപ്റ്റി സ്പേസ് 4th ഇൻഡെക്സിൽ വരും. അങ്ങനെ പോയിട്ട് ഇത് ഏത് ഇൻഡെക്സിലാണോ കിടക്കുന്നത് ഈ എംപ്റ്റി സ്പേസ് അതിനെ സ്റ്റോർ ചെയ്ത് ഈ ലാസ്റ്റിനകത്തോട്ടിടും. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഈ ലാസ്റ്റ് വേരിയബിളിനകത്ത് എംപ്റ്റി സ്പേസ്, അതായത് അതിന്റെ ആ ഇൻഡെക്സ്, അതിനകത്ത് ലാസ്റ്റ് ആയിട്ട് എംപ്റ്റി സ്പേസ് കിടക്കുന്ന ഇൻഡെക്സ് ഏതാണോ അത് സേവ് ആവും. പിടികിട്ടിയല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് 0 തൊട്ട് നമ്മുടെ ലാസ്റ്റ് വരെ. ശരിയല്ലേ? എന്നിട്ട് I++. ലാസ്റ്റ് വരെ മതിയല്ലോ. ഇപ്പൊ ഫുൾ എടുക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നെയിം ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്താൽ മതിയായിരുന്നു. ശരിയല്ലേ? ഇനി എന്താണ്? ഇനിയാണ് നമ്മുടെ കണ്ടീഷൻ ചെക്ക്. കണ്ടീഷൻ ചെക്കിനകത്ത് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ആദ്യം ഒരു എംപ്റ്റി സ്പേസ് കാണുന്നതിന്റെ നെക്സ്റ്റ് ലെറ്ററിനെ എടുക്കുക, പിന്നെ ഒരു എംപ്റ്റി സ്പേസ് കാണുന്നതിന്റെ നെക്സ്റ്റ് ലെറ്ററിനെ എടുക്കുക, വീണ്ടും എംപ്റ്റി സ്പേസ് കാണുന്നതിന്റെ നെക്സ്റ്റ് ലെറ്ററിനെ എടുക്കുക. അപ്പൊ ഇവിടെ വരെ മതിയല്ലോ. അപ്പൊ ഇവിടെ വരെ വർക്ക് ചെയ്യത്തുള്ളൂ, കാരണം നമ്മൾ I less than ലാസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുക, ഇഫ് നമ്മുടെ നെയിം ഡോട്ട് ക്യാരറ്റ് I, അതായത് നമ്മുടെ കറസ്പോണ്ടിങ് ഏത് ഇൻഡെക്സ് ആണോ ആ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എംപ്റ്റി സ്പേസ് ആണെങ്കിൽ. പിടികിട്ടിയല്ലോ? അതായത് നമ്മുടെ ഇപ്പൊ നിൽക്കുന്ന ഇൻഡെക്സ് കിടക്കുന്നത് ഒരു എംപ്റ്റി സ്പേസും പിന്നെ 2 കണ്ടീഷൻ പറയണല്ലോ. എംപ്റ്റി സ്പേസിന് ശേഷം ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, അതായത് ഒരു എംപ്റ്റി സ്പേസും കണ്ടു അതിന്റെ തൊട്ടടുത്ത ഇൻഡെക്സിൽ ഒരു ക്യാരക്ടറും കിടക്കുന്ന കണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ എടുക്കുക. ശരിയല്ലേ? അപ്പോ നെയിം ഡോട്ട് ക്യാരറ്റ്. ഇനി എന്താ കൊടുക്കുക? ith ഇൻഡെക്സിൽ എംപ്റ്റി സ്പേസ് ആണെങ്കിൽ അടുത്ത ഇൻഡെക്സ് നമ്മൾ എങ്ങനെയാ പറയാ? I+1th ഇൻഡെക്സ്. ശരിയല്ലേ? അതെന്ന് പറയുന്നത് ഈക്വൽ ടു അല്ല, നോട്ട് ഈക്വൽ ടു എംപ്റ്റി സ്പേസ് ആണെങ്കിൽ. പിടികിട്ടിയല്ലോ? എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എന്താണ് ഈ കണ്ടീഷന്റെ മീനിങ്? ഇപ്പൊ ഇവിടെ എറർ കാണിക്കുന്നത് അതായത് നമ്മുടെ ഇപ്പോ ഏതെങ്കിലും ഒരു ഇൻഡെക്സിൽ എത്തുമ്പോൾ അവിടെ ഒരു എംപ്റ്റി സ്പേസ് കണ്ടു, പിന്നെ അതിന്റെ തൊട്ടടുത്ത ഇൻഡെക്സിൽ നോട്ട് ഈക്വൽ ടു എംപ്റ്റി സ്പേസ് അല്ലാതെയും വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ എംപ്റ്റി സ്പേസ് അല്ലാതെ കിടക്കുന്ന ഇൻഡെക്സിലെ മാത്രം വാല്യൂവിനെ പ്രിന്റ് ചെയ്യാനാണ് അല്ലെ. അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾ sysout നെയിം ഡോട്ട് ക്യാരറ്റ് I അല്ലല്ലോ, കാരണം എന്താ? ith ഇൻഡെക്സിൽ എംപ്റ്റി സ്പേസ് അല്ലേ, I+1. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ എല്ലാം നിങ്ങൾ കൊടുക്കണ്ട. കാരണം എന്താ? ഓരോ ഇനിഷ്യലും നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവും. അപ്പൊ ഇത് കളയാം. എന്നിട്ട് എന്താണ്? ഓരോ ഇനിഷ്യലും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻപുട്ടിനകത്ത് എന്താണ്? ഒരു ഡോട്ട് കൊടുത്തിട്ടില്ലേ? അപ്പൊ നിങ്ങളൊരു ഡോട്ട് കൊടുക്കുക.
പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിപ്പോ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇനിഷ്യൽസ് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ദാ APS എന്ന് വന്നു. നമ്മുടെ അജയ് പ്രതാപ് സിംഗ് റാത്തോഡിനകത്തെ APS വന്നിട്ടുണ്ട്. ഇനി എന്താണ്, ഈ റാത്തോഡ് പ്രിന്റ് ആവണം അല്ലെ. അത് പ്രിന്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ലൂപ്പ് ഒന്നും എഴുതണ്ട, ജസ്റ്റ് ഈ ഫോർ ലൂപ്പിന് വെളിയിൽ വരിക. എന്നിട്ട് സബ്സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് കോൾ ചെയ്താൽ മതി. സിസ്ഔട്ട് നെയിം ഡോട്ട് സബ്സ്ട്രിങ് ഓഫ് ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിൽ നിന്ന് അതിന്റെ ഒരു സബ്സ്ട്രിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് വരുന്ന ഫംഗ്ഷൻ ആണ് ഡോട്ട് സബ്സ്ട്രിങ് ഓഫ്. ഇൻഡെക്സ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഏത് ഇൻഡെക്സിൽ നിന്നുള്ള സബ്സ്ട്രിങ്ങിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ എന്ത് വലിയൊരു സെന്റൻസ് കൊടുത്താലും എന്തെങ്കിലും ഒരു സബ്സ്ട്രിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് കിടക്കുന്ന ഏതാണോ നമ്മൾ ഇൻഡെക്സ് പാസ് ചെയ്യുന്നതാണ്. ഇപ്പൊ 5-ാം എന്നാണ് ഇൻഡെക്സ് പാസ് ചെയ്യുന്നതെങ്കിൽ 5th ഇൻഡെക്സ് തൊട്ട് കിടക്കുന്ന ഇൻഡെക്സിനെ മൊത്തം വാല്യൂസിനെ പ്രിന്റ് ചെയ്യും. ഇപ്പൊ എന്താണ്, നമുക്ക് ലാസ്റ്റ് എന്ന് കൊടുക്കാം. അതായത് ലാസ്റ്റിനകത്തല്ലേ ലാസ്റ്റ് എംപ്റ്റി സ്പേസ് ഉള്ളത്. ലാസ്റ്റ് എംപ്റ്റി സ്പേസിന് ശേഷമുള്ള ഈ വാല്യൂ അല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ലാസ്റ്റ് എംപ്റ്റി സ്പേസ് എവിടെ കിടക്കുന്നതെന്നുള്ള വാല്യൂ നമ്മുടെ ലാസ്റ്റിനകത്തുണ്ടല്ലേ. അപ്പൊ അവിടുത്തെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുകയാണ്. ഇത് നമുക്ക് LN കളയാം. കാരണം എന്താ, APSന് ശേഷം അതിന്റെ കൂടെ തന്നെ പ്രിന്റ് ആവണ്ടേ. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. APS റാത്തോടെന്ന് വന്നു. അപ്പൊ ഇതെന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എംപ്റ്റി സ്പേസ് കൂടെ വന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽസ് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോഴുള്ള എംപ്റ്റി സ്പേസിന്റെ വാല്യൂ ആണ് നമ്മുടെ ലാസ്റ്റിനകത്ത് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ എംപ്റ്റി സ്പേസ് പ്രിന്റ് ആവണ്ട, അതിന് ശേഷമുള്ള ക്യാരക്ടർ പ്രിന്റ് ആയാൽ മതി. അപ്പൊ ഇവിടെ ലാസ്റ്റ് +1 എന്ന് കൊടുത്താൽ മതി. പിടികിട്ടിയല്ലോ. അതായത് എംപ്റ്റി സ്പേസ് ഉണ്ടെങ്കിലും അതൊരു ഇൻഡെക്സ് സേവ് ആവുന്നുണ്ടല്ലോ. അതിന്റെ തൊട്ടടുത്ത് ഇൻഡെക്സ് അല്ലേ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ അതാ ഈ എംപ്റ്റി സ്പേസ് പോയിട്ട് റാത്തോടെന്ന് പ്രിന്റ് ആവും. പിടികിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് റൺ ചെയ്ത് ഒന്നുകൂടെ നോക്കാം. APS റാത്തോഡ സ്പെല്ലിംഗ് മാറി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ, ഇപ്പൊ ഞാൻ സ്ട്രിങ്ങിനകത്ത് തന്നെ ജസ്റ്റ് ഇത് പാസ് ചെയ്തുകൊണ്ടാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സിസ്ഔട്ട് കൊടുത്തിട്ട് യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിയിട്ട് ചെയ്യാം. അതായത് ഇത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. എന്നിട്ട് സിസ്ഔട്ട് എന്റർ A നെയിം എന്ന് കൊടുക്കാം. എന്നിട്ട് സ്കാനർ ക്ലാസ് വെച്ചിട്ട് ഒരു സ്ട്രിങ് വാങ്ങിയിട്ട് അതങ്ങ് പാസ് ചെയ്താൽ മതി. ഇപ്പോൾ സ്കാനർ SC = ന്യൂ സ്കാനർ സിസ്റ്റം .in എന്ന് കൊടുക്കാം. എന്നിട്ട് സ്ട്രിങ് S = scanner.object.next ലൈൻ. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ നമ്മളൊരു യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിയിട്ട് എസ്സിനകത്തുണ്ടല്ലോ S പാസ് ചെയ്യാണ്. പിടികിട്ടിയല്ലോ. ഇപ്പൊ എന്താണ്, S നമ്മൾ പാസ് ചെയ്തു. നമ്മളിപ്പോ കൺസോളിൽ ഒരു നെയിം പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് ഇത് ഈ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ സ്റ്റോർ ചെയ്താൽ മതി, അല്ലെ S വെച്ച് തന്നെ പ്രോസസ് ചെയ്താൽ മതി. ഞാനിപ്പം വന്നതിനെ വേറൊരു വേരിയബിളിന്റെ അകത്തോട്ട് മാറ്റി നെയിം എന്ന്. ഓക്കെ, എന്നിട്ട് നെയിം എപ്പോഴും നമുക്കൊരു അപ്പർ കേസ് ക്യാരക്ടറിൽ കാണുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് ഞാൻ അതിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്ത് അതേ വേരിയബിളിൽ തന്നെ സ്റ്റോർ ചെയ്തു. പിന്നെ എന്താണ്, ഇത് ഞാൻ പറഞ്ഞു ആ നെയിമിന്റെ മുമ്പിൽ ഒരു എംപ്റ്റി സ്പേസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂപ്പ് പ്രോസസ് ചെയ്യുമ്പോൾ എംപ്റ്റി സ്പേസും അതിന് ശേഷമുള്ള സ്ട്രിംഗ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പേരിനിപ്പം ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം എടുക്കണമെങ്കിൽ അതിന്റെ ഇപ്പുറത്തൊരു സ്പേസ് ഇല്ലെങ്കിൽ അത് എടുക്കത്തില്ല. അതുകൊണ്ടാണ് ഒരു സ്പേസ് അപ്പൻഡ് ചെയ്ത് കൊടുത്തത്. ഇത് പിന്നെ വൈറ്റ് സ്പേസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇൻഡെക്സ്, ഈ സ്പേസ് കിടക്കുന്ന ലാസ്റ്റ് ഇൻഡെക്സ് ഏതാണോ അതൊരു വേരിയബിൾ സ്റ്റോർ ചെയ്തു. എന്തിനാണ്, നമുക്ക് ആദ്യത്തെ ഇനിഷ്യൽസ് മാത്രം മതി, അവസാനത്തെ പേര് അതുപോലെ തന്നെ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിഷ്യൽസ് എവിടം വരെയാണ് എടുക്കേണ്ടത്, 0 തൊട്ട് സ്പേസിന്റെ ലാസ്റ്റ് ഇൻഡെക്സ് വരെ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യും. എന്നിട്ട് ഏത് ഇൻഡെക്സിലാണോ നമ്മുടെ എംപ്റ്റി സ്പേസ് കാണുന്നത് അതിന്റെ തൊട്ടടുത്ത ഇൻഡെക്സിൽ എംപ്റ്റി സ്പേസ് അല്ലെന്നുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത ഇൻഡെക്സ് പ്രിന്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ കൂടെ ഒരു ഡോട്ട് അപ്പൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ലൂപ്പിന് വെളിയിൽ വന്നിട്ട് നമ്മൾ ബാലൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റിനകത്തുണ്ടല്ലോ ഏത് ഇൻഡെക്സിലാണ് ചെന്ന് നിന്നേന്ന് അതിന്റെ നെക്സ്റ്റ് ഇൻഡെക്സ് എടുത്താൽ മതി. ഇപ്പൊ ലാസ്റ്റ് ഒന്ന് കൊടുത്താലും കുഴപ്പമില്ല, ഇപ്പുറത്തൊരു സ്പേസ് കയറി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടി കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.